പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം അന്നാ പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും സ്വർഗസ്ഥിതനാ താതാനിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുലമഹിമാ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാരമായി മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ രാജ്യം വന്നിടണമേ വിഹിതമിവിടെ ഭവിക്കണമേ സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ
ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അന്നു കരിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്ക് രാജ്യം ശക്തി മഹത്വങ്ങൾ താമകമല്ലോ കർത്താവേ. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദി മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗ്ഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതി തൻ നിസ്തുല മഹിമാവാൽ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരാൻ ഞങ്ങളെ വിളിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഓർമ്മയാചരിച്ചുകൊണ്ട് ഈ ദിവരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം പാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങേ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരചനിലോ നരനൊരുവനിലോ ശരണം തേ
നല്ലതുമുചിതവുമല്ലോ നാം പാടുക ദൈവ സ്തുതിഗീതം. വാഴ്ത്താമവനുടെ തിരുനാമം, ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരിസ്രയേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർ സ്നേഹകരിയവൻ, കരുണാവാരിധി അവനല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. അതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേനാമേനവരതം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
സർവേശ്വരാ എന്നേക്കും. ആമേൻ. സഹോദരരെ, ഞങ്ങളിരുന്ന ശ്രദ്ധയോടെ കേൾക്കുവിൻ. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങ് എന്നോട് കൃപ കാട്ടാത്തത് എന്തുകൊണ്ട്? ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു. ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചു കൊണ്ടുപോവുക എന്ന് എന്നോട് പറയുവാൻ ഞാനാണോ അവരെ പ്രസവിച്ചത്? ഈ ജനത്തിനെല്ലാം നൽകാൻ എവിടെ നിന്ന് മാംസം കിട്ടും? ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരുക എന്ന് പറഞ്ഞ് അവർ കരയുന്നു. ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല, അതെൻ്റെ കഴിവിനതീതമാണ്. ഇപ്രകാരമാണ് അവിടെ നിന്നോട് വർദ്ധിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം. ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജനത്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണികളിലും നിന്ന് 7 പേരെ വിളിച്ചു കൂട്ടുക. അവരെ സമാഗമ കൂടാരത്തിൽ കൊണ്ടുവരിക. അവർ അവിടെ നിന്ന് നിന്നോടൊപ്പം നിൽക്കട്ടെ. ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും. നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും. ജനത്തിൻ്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും. നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട. ജനത്തോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ലഭിക്കും. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ആര് തരും? ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് കർത്താവിനോട് ഞങ്ങൾ പരാതിപ്പെട്ടു. അതിനാൽ കർത്താവ് ഞങ്ങൾക്ക് മാംസം തരും, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. 1, 2, 5, 10 ദിവസത്തേക്കല്ല നിങ്ങളത് തിന്നുക. നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നതുവരെ 1 മാസത്തേക്ക് ഞങ്ങളത് ഭക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ ഞങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്തിൽ നിന്ന് പോകുന്നത് ബുദ്ധിമോശമായി പോയി എന്ന് വിലപിക്കുകയും ചെയ്തു. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശ്രദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം, അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. വ്യർത്ഥമായിട്ടല്ല, അധിവാസയോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു. അന്ധകാരം നിറഞ്ഞെടുത്ത് വെച്ച് രഹസ്യമായല്ല ഞാൻ സംസാരിച്ചത്. ശൂന്യതയിൽ എന്നെ തിരയുവാൻ യാക്കോബിൻ്റെ സന്തതിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. കർത്താവായ ഞാൻ സത്യം പറയുന്നു, ഞാൻ ശരിയായത് പ്രഖ്യാപിക്കുന്നു. ജനതകളിൽ അവശേഷിച്ചവരെ ഒരുമിച്ചുകൂടി അടുത്തു വരുവിൻ. തടികൊണ്ടുള്ള വിഗ്രഹം പേർ നടക്കുകയും രക്ഷിക്കാൻ കഴിവില്ലാത്ത ദൈവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർ അജ്ഞരാണ്. നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുവിൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമായ ഈ കാര്യങ്ങൾ പണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞത് ആരാണ്? കർത്താവായ ഞാൻ തന്നെയല്ലയോ? ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റൊരുവനില്ല. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. എല്ലാവരും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കും, എല്ലാ നാവും ശപഥം ചെയ്യും. നീതിയും ബലവും കർത്താവിൻ്റെ മാത്രം എന്ന് എന്നെക്കുറിച്ച് മനുഷ്യർ പറയും. അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുമ്പിൽ ലജ്ജിതരാകും. ഇസ്രായേലിൻ്റെ സന്തതികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. അംബരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
നിത്യവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരി വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം കർത്തവ്യണമേ. മിശിഹാ അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനെന്നും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങളിൽ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരിൽ നിന്ന് എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് ഏശയ്യാ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്നാൽ അവർ കേട്ടിട്ടില്ലല്ലോ എന്നു ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും ഉണ്ട്. എന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇസ്രായേൽ എന്തു ഗ്രഹിച്ചു? ഇത് മുമ്പ് തന്നെ മോശ ഇങ്ങനെ പറയുന്നു, ഒരു ജനതയല്ലാത്തവരോട് നിങ്ങളിൽ ഞാൻ അസൂയ ജനിപ്പിക്കും. ബുദ്ധിയില്ലാത്ത ഒരു ജനത്തെ കൊണ്ട് നിങ്ങളെ ഞാൻ പ്രകോപിപ്പിക്കും. ഏശയ്യാ ധൈര്യപൂർവ്വം പറയുന്നു, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർ ഞാൻ എന്നെ വെളിപ്പെടുത്തി. ഇസ്രായേലിനെ പറ്റിയാകട്ടെ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിനെതിരെ ദിവസം മുഴുവനും ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. മനോഗ്രഹപൂരിത കവിത തോരിത പോലെ പാടിപ്പോ. സാദരം അതുപോൽ സുധരും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവർ കഫർനാമിലെത്തി. ശാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ ഈശോയെ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. ഈശോ അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവന്റെ പ്രശസ്തി ഗലീലിയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കാം. ഈശോ മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സന്യസ്തരെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, മണ്ണക്കനാട് ഇടവക വളരെ പ്രത്യേകമായി തങ്ങളുടെ സ്വന്തം സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്ന ഈ അവസരത്തിൽ വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ പ്രാർത്ഥിക്കുകയാണ്. തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. സഭയിലെ വലിയ രക്തസാക്ഷികളിൽ ഒരുവനായ, വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ മരണം വരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥനകളും നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലും ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ 4 വായനകൾ വായിച്ചു കേട്ടു. ഒന്നാമത്തെ വായനയിൽ നിന്നുള്ള ഒരു ഭാഗം നമ്മളുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകത്തിൽ നിന്നായിരുന്നു വായിച്ചു കേട്ടത്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ഇറക്കിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അവിശ്വസ്തത കാണിച്ച ജനം ദൈവത്തിനെതിരായും ദൈവത്തിനെതിരെ എന്നവണ്ണം മോശയ്ക്കെതിരായും ഒക്കെ പിറുപിറുത്തപ്പോൾ മോശയ്ക്ക് അസഹിഷ്ണുത തോന്നി.
ദൈവത്തോട് ചെന്ന് പരാതി പറയുന്നതാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. അതിന് ദൈവം കൊടുക്കുന്ന ഒരു പരിഹാരവും ഉത്തരവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മോശ പരിഭവത്തോടെ ദൈവത്തോട് ചോദിക്കുകയാണ്, ഈ ജനതയെ ഇങ്ങനെ ധാത്രി കുഞ്ഞിനെ എന്നവണ്ണം പരിചരിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് പോകാൻ തക്കവിധം ഞാൻ ആരാണ്? ഞാനാണോ ഇവരെ പ്രസവിച്ചത്? എനിക്കെന്താണ് ഇതിൻ്റെ ഉത്തരവാദിത്വം? ഈ പിറുപിറുപ്പ്, പരാതി ഒക്കെ അസഹനീയമായപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് മോശ പരാതി പറയുകയാണ്. ഇസ്രായേൽ ജനം മോശയോട് പറയുന്നുണ്ട്, ഈജിപ്തിൽ ഞങ്ങൾക്ക് സുഖമായിരുന്നു. ഈജിപ്തിൽ വളരെ അസഹനീയമായ വിധം പീഡനങ്ങൾ ഏറ്റെടുത്ത് ജീവിതം തന്നെ വഴിമുട്ടി നിന്നിരുന്ന അവസ്ഥയിൽ അവിടെ നിന്ന് ദൈവം അയച്ച നേതാവായ മോശയുടെ കീഴിൽ ഇസ്രായേൽ ജനം വളരെ സന്തോഷത്തോടെ യാത്ര പുറപ്പെട്ട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ ജീവിതവും അങ്ങ് മടുക്കുകയാണ്. ദൈവം തൻ്റെ വാക്കു പാലിച്ചുകൊണ്ട് ഇസ്രായേലിനെ തൻ്റെ കൈവെള്ളയിൽ എന്നവണ്ണം കൊണ്ടുവന്നു. അവർക്ക് വേണ്ടതെല്ലാം അവൻ കൊടുത്തു. അവർക്ക് യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകാതെ അവൻ സംരക്ഷിച്ചു. എന്നാൽ പിന്നീട് തങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾ കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇസ്രായേൽ ജനം പരാതിപ്പെടുന്നത്. നമുക്കിങ്ങനെ ശ്രദ്ധിക്കാം, ഞങ്ങൾക്ക് ഈജിപ്തിൽ ആവശ്യത്തിന് ഭക്ഷിക്കാൻ മാംസമുണ്ടായിരുന്നു, ഇവിടെ ഞങ്ങൾക്കതില്ല. ഞങ്ങൾക്കിഷ്ടം പോലെ ഭക്ഷിക്കാൻ മാംസമുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഇല്ല. വിശക്കുന്ന വയറിന് ഭക്ഷണം ചോദിക്കുകയല്ല, മറിച്ച് ഭക്ഷണം കഴിച്ച് നിറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു കുത്തൽ പോലെ തോന്നുന്നു ഈ പറച്ചിൽ. ഞങ്ങൾക്ക് മാംസമില്ല. എന്നാൽ ദൈവം ഇവരുടെ ഈ പരാതി പോലും പരിഗണിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നത് നമ്മൾ കാണും. നേരം വെളുത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കൂടാരത്തിന് ചുറ്റും കാടപ്പക്ഷികൾ വന്ന് വീണ് കിടക്കും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാംസം ഭക്ഷിക്കാം ഒരു മാസത്തേക്ക്. എന്നിട്ട് ദൈവം പറയുകയാണ്, 1-2 ദിവസത്തേക്കല്ല, 30 ദിവസം നിങ്ങൾ ഭക്ഷിക്കും. അത് വിശപ്പ് മാറുന്നിടം വരെയല്ല, മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് വരെ എന്നുള്ളൊരു വാക്ക് വിശുദ്ധ വചനം ഉപയോഗിക്കുന്നു. മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് വരെ നിങ്ങൾ ഭക്ഷിക്കും. മതിയാവോളം നിങ്ങളെ ഞാൻ തീറ്റിക്കും എന്ന് ദൈവം പറയുകയാണ്. മതിയാവോളം. വിശ്വാസ ജീവിതം വളരെ സന്തോഷത്തോടെ ഒക്കെ ആരംഭിച്ചവരാണ് നമ്മൾ. ഞാൻ ഓർക്കുന്നു, ഞാൻ ആദ്യകുർബാന സ്വീകരിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഷൂസൊക്കെ ഇട്ടതെന്നാണ് എൻ്റെ ഓർമ്മ. ഫുൾ കൈ ഷർട്ടിട്ടത്, കഫ് ഷർട്ടൊക്കെ ഇട്ടത് ആദ്യം അതാ. ടൈ ഒക്കെ കെട്ടിയത് ആദ്യമായിട്ട് അന്നാണ്. അകത്തൊരു ബനിയനൊക്കെ ഇട്ട് ഷർട്ടിട്ടത് ആദ്യമായിട്ട് അന്നാണെന്ന് എൻ്റെ ഓർമ്മ. വലിയ ആഘോഷമായിട്ട്, ഇതൊന്നും എനിക്ക് തരാൻ വേണ്ടിയുള്ളതൊന്നുമല്ല. ഞാൻ അതുവരെ ഉണ്ടായിരുന്ന ഞാൻ തന്നെയാണ്. പക്ഷെ അന്ന് എനിക്കുണ്ടായ വ്യത്യാസം, അന്ന് ഈശോ, ദിവ്യകാരുണ്യ ഈശോ എന്നിലേക്ക് വരുന്നു. അതിൻ്റെ ഒരു വ്യത്യാസം, ഒരു കിരീടമൊക്കെ വെച്ച് കയ്യിലൊരു ചെണ്ടൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ട് നമ്മൾ നിന്ന ആ ദിവസമൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നമുക്ക് ഓർക്കാം. എന്നിട്ട് അന്ന് എന്തുമാത്രം തീഷ്ണതയോടെ, എന്തുമാത്രം ആഗ്രഹത്തോടെയാണ് ഞാൻ ഈശോയെ സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് എന്നെങ്കിലും, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പിന്നീട് എന്നെങ്കിലും എനിക്ക് അത്രമാത്രം ഒരു തീഷ്ണതയും ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടാകാം കേട്ടോ, ഇല്ലെന്നല്ല, അടച്ച് ഞാൻ പറയുകയല്ല, എന്നെപ്പറ്റി പറയുന്നതായിട്ട് കരുതിയാൽ മതി. പിന്നീട് എന്നെങ്കിലും അതുപോലെ ഒരു തീഷ്ണതയും ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ആ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയ ഇസ്രായേൽ ജനത്തെ ഓർമ്മ വരികയാണ്. എന്തുമാത്രം സന്തോഷത്തോടെ ഇറങ്ങിയവരാണ്. പക്ഷെ പിന്നീട് പരാതികളും പരിഭവങ്ങളും പിറുപിറുപ്പുകളും മാത്രമായി അവരുടെ ജീവിതം. പിന്നീട് നമ്മൾ ഇസ്രായേലിനെ കാണുന്നത്, അവർ ഒരു വശത്ത് നിന്ന് മാംസം ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ മറുവശത്ത് നിന്ന് ദൈവത്തിൻ്റെ ക്രോധം അവർക്കെതിരെ തിരിയുന്നു എന്നാണ്. ഒരു വശത്ത് നിന്ന് അവർ കഴിച്ചു തുടങ്ങിയപ്പോൾ മറുവശത്ത് നിന്ന് ദൈവത്തിൻ്റെ ക്രോധം അവർക്കെതിരെ തിരിയുന്നു. വിശ്വാസം വളരെ ആഘോഷപൂർവ്വം ജീവിച്ചവരാണ് വിശുദ്ധർ. വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് നമ്മൾ കാണുന്നതും ചിത്രത്തിലും രൂപത്തിലും ഒക്കെ കാണുന്നതുമായ കാര്യം, അമ്പുകളേറ്റു നിൽക്കുന്ന സെബസ്ത്യാനോസാണ്.
അമ്പിനെ സെബസ്ത്യാനോസ് അതിജീവിച്ചതുകൊണ്ടാണ് കഴുന്ന് നമ്മൾ എഴുന്നള്ളിക്കുന്നത്. അതാണ് പാരമ്പര്യം. കഴു മൂർച്ചയുള്ള ആയുധമാണ്. അമ്പ്, കുന്തം എന്നൊക്കെ വേണേൽ പറയാം. ഒരഗ്രം മൂർച്ചയുള്ള ആയുധമാണ് കഴുന്ന്. പിശാചിന്റെ ആക്രമണത്തെ തോൽപ്പിച്ച വിശുദ്ധനാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ആക്രമണങ്ങളെ അതിജീവിച്ച വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അതുകൊണ്ടാണ് സെബസ്ത്യാനോസിന്റെ നാമത്തിൽ പ്രാർത്ഥനയിൽ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കഴുന്ന് കൊണ്ട് നടക്കുന്നത്, എഴുന്നള്ളിക്കുന്നത് പ്രാർത്ഥനാപൂർവം. അവൻ അതിജീവിച്ച പാപത്തിന്റെ കൂരമ്പുകളെ ഞാനും അതിജീവിക്കാൻ പരിശ്രമിക്കും എന്നൊക്കെയുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. കഴുന്ന് വെറുതെ കുരിശിന് ചുറ്റി കടന്നു വന്നതുകൊണ്ട് കാര്യമില്ല. കഴുന്ന് പാപത്തിന്റെ മൂർച്ചയുള്ള ആയുധങ്ങളാണ്. സെബസ്ത്യാനോസ് എങ്ങനെ ഈ പാപത്തിന്റെ മൂർച്ചയുള്ള ആയുധത്തെ അതിജീവിച്ചിട്ടും വീണ്ടും ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ്, അത്ഭുതം തിരിച്ചറിഞ്ഞ് സെബസ്ത്യാനോസ് വീണ്ടും ചക്രവർത്തിയുടെ മുമ്പിൽ പോയി അവന്റെ പാപങ്ങളെക്കുറിച്ച് അവന് മുന്നറിയിപ്പ് നൽകാൻ, കൊല്ലപ്പെടുമെന്നുറപ്പുണ്ടായിട്ടും ജീവിതം അവസാനിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ചക്രവർത്തിയുടെ മുമ്പിൽ പോയി നീ ചെയ്യുന്നത് തിന്മയാണ്, നീ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് പാപമാണ് എന്ന് ഏറ്റുപറയുകയും വിളിച്ചു പറയുകയും അതിലൂടെ ഗദ കൊണ്ട് ഉള്ള അടി ഏറ്റുവാങ്ങുകയും ചെയ്തവനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അമ്പുകളെ അതിജീവിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതം സ്വന്തം കൺമുമ്പിൽ കണ്ടവനാണവൻ. അങ്ങനെ കണ്ടതുകൊണ്ടാണ് നമ്മളിന്ന് വായിച്ചു കേട്ടു സുവിശേഷത്തിൽ, കഫർനാമിൽ അവൻ സിനഗോഗിൽ പഠിപ്പിക്കുകയാണ്. അശുദ്ധാത്മാവിനെ ശാസിച്ച് അവൻ ഒരാളെ സുഖപ്പെടുത്തുന്നു. അവിടെ കണ്ടു നിന്നവരെല്ലാം ഈ അത്ഭുതം കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, ഇതെന്ത് ഒരു പുതിയ പ്രബോധനമോ? ഇവൻ അശുദ്ധാത്മാക്കളോട് പോലും കൽപ്പിക്കുക, അവർ അനുസരിക്കുകയും ചെയ്യുന്നു. അത്ഭുതങ്ങൾ കണ്ടവരെല്ലാം ഈശോയെ അനുഗമിച്ചിരുന്നെങ്കിൽ ആ ജനതയിലുണ്ടായ പാലസ്തീനായാലും ജെറൂസലേമിലും ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഈശോയെ അനുഗമിച്ചേനെ. കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാഴ്ച നമുക്കില്ലാതെ പോകുന്നതാണ് നമ്മുടെ പ്രശ്നം. പിശാച് പോലും അവനോട് പറയുന്ന ഒരു വചനമുണ്ട്, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ പരിശുദ്ധൻ, ദൈവത്തിന്റെ പരിശുദ്ധനാണ് അവനെന്ന് അറിയാവുന്നവനാണ് പിശാച് പോലും. നമ്മളും ഈശോയെ ദൈവപുത്രനായി അംഗീകരിക്കുകയും ഒക്കെ ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിശാച് പോലും ഏറ്റുപറഞ്ഞു എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ഏറ്റുപറഞ്ഞു എന്നതുകൊണ്ട് നമ്മളൊരു ക്രിസ്ത്യാനിയാകുന്നില്ല. നമ്മൾ മരണത്തെ പോലും അതിജീവിച്ച ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് അനുഗമിക്കുന്നത് എങ്കിൽ ഈ ലോകത്തിലെ ഒന്നിനെയും നമ്മൾ ഭയപ്പെടരുത് എന്നുള്ളതാണ്. സെബസ്ത്യാനോസ് നമുക്ക് കാണിച്ചു തരുന്ന മാതൃക അത് തന്നെയാണ്. ഈ ലോകത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്നത് മരണമാണ്. ആ മരണത്തെയും അതിജീവിച്ച പുത്രനായ മിശിഹ നമ്മുടെ മുമ്പിൽ വലിയ അത്ഭുതമായി അടയാളമായി ഉള്ളപ്പോൾ ഈ ലോകത്തിലെ എന്തിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? അങ്ങനെ ഭയപ്പെടാതെ ജീവിച്ച വിശുദ്ധർ നമുക്ക് മാതൃകകളാണ്. വിശുദ്ധ സെബസ്ത്യാനോസിനെ അതുകൊണ്ടാണ് വിശുദ്ധ അൾത്താരയിൽ വണങ്ങപ്പെടാൻ യോഗ്യതയുള്ളവനാണ് എന്ന് സഭ അംഗീകരിക്കുകയും നമുക്ക് മാതൃകയായി നമ്മുടെ മുമ്പിൽ വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം, അവൻ ദൈവപുത്രനാണെന്നും വിശുദ്ധ സെബസ്ത്യാനോസ് മാതൃകയാണെന്നും ഏറ്റുപറഞ്ഞാൽ പോരാ, മറിച്ച് അത് നമ്മുടെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും അവൻ്റെ മാതൃക അല്പമെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഈ ലോകത്തിലുള്ള ലൗകികമായ ഒന്നിനെയും, നമ്മൾക്ക് നേട്ടം നൽകുന്ന, നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഒന്നിനെയും ഭയപ്പെടുകയോ അതിലേക്ക് കൂടുതൽ അടുക്കുകയോ ചെയ്യാതെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന, സ്വർഗം നമുക്കായി തുറന്ന പുത്രനായ മിശിഹായെ നോക്കി വിശുദ്ധരോടൊപ്പം യാത്ര ചെയ്യുന്നവരുടെ സമൂഹമാകാം. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണമായി നമ്മൾ പോകുമ്പോൾ, വിശുദ്ധരുടെ രൂപമൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥവും അതുതന്നെയാണ്. വിശുദ്ധർ നടന്ന വിശുദ്ധിയുടെ വഴിയിലൂടെ നടക്കാൻ ഞാനും തയ്യാറാണ്, അല്ലെങ്കിൽ ഞാനും പരിശ്രമിക്കും എന്നുള്ള പരസ്യമായ പ്രഖ്യാപനമാണത്. അല്പമെങ്കിലും നമുക്ക് ആ പ്രഖ്യാപനം ജീവിതത്തിൽ പാലിക്കാനായിട്ട് ഈ തിരുനാൾ ദിവസമെങ്കിലും തീരുമാനമെടുക്കാം. ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൺമുമ്പിലുള്ള അത്ഭുതങ്ങൾ, നമ്മൾ ജീവിച്ചിരിക്കുന്നതും
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതും ഓരോ കാര്യങ്ങളും നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാം, നമ്മുടെ മുമ്പിലുള്ള എല്ലാം അത്ഭുതങ്ങളാണ്. ദൈവത്തിൻ്റെ കയ്യിലെ കാര്യങ്ങളാണിതെല്ലാം. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തിലേക്ക്, കർത്താവിലേക്ക് നോക്കി വിശുദ്ധരെ പോലെ അവരോടൊപ്പം യാത്ര ചെയ്യാം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം ധാരാളമായി ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തിരുനാളിൻ്റെ പ്രസിദ്ധേന്തിമാരെ എല്ലാവരെയും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർമ്മിക്കുന്നു. അവരുടെ നിയോഗങ്ങളും ആഗ്രഹങ്ങളും വിശുദ്ധ അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഈ ഇടവക കൂട്ടായ്മയെ ഒരു കുടുംബമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഇടവ വികാരിച്ചനെയും ഈ സമൂഹത്തെ ഒന്നടങ്കം ഈ കുർബാനയിൽ സമർപ്പിച്ച് ഭക്തിയോടെ നമുക്ക് ഈ കുർബാന അർപ്പിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ ഇന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധരുടെ മാതൃക അനുസരിച്ച് അനുദിന ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും സമചിത്തയോടെ സ്വീകരിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിത്യാനന്ദവും അവർണ്ണീയ അനുഗ്രഹങ്ങളും അനശ്വര ജീവനം നൽകി വിശുദ്ധരെ അനുഗ്രഹിച്ച മിശിഹായെ സ്വർഗ സൗഭാഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ മാർഗം പിഞ്ചെന്ന ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെ മാതൃക അനുകരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുവാനും വിശുദ്ധിയിൽ വളരുവാനും വരം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരായിരുന്ന ദാസരെ പോലെ അങ്ങ് നൽകിയ തലന്തുകളെ പ്രയോജനപ്പെടുത്താനും വർദ്ധിപ്പിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ പ്രാർത്ഥനയാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭയുടെ അന്തരവനായ ഞങ്ങളുടെ പരിശുദ്ധതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നമ്മൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ സെബസ്ത്യാനോസിന്റെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. വിശുദ്ധരുടെ പ്രാർത്ഥനകളാൽ അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരാവുകയും നിത്യാനന്ദത്തിൽ പങ്കുകാരാവുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവെ ആശ്രദിക്കണമേ. സഹോദരെ, നിങ്ങൾ കൈപ്പന്നത്തിൽ ഉണിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ ഇടർത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയുടെ ശ്രദ്ധയോടും കൂടെ വിസ്തരങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകതാ അഖിലരുമൊന്നാം സന്നിധിയിൽ വാനവനിരയോട് ചേർന്നേ പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനുമതുപോൽ ആത്മജനം ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമോർത്തിടാ പാവനമീ ബലിയിൽ സുധരുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തിയിലേക്ക് ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേ ആമേ മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുടരുന്നു. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയകടങ്ങൾ ചൊരിയുവിരെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ നിത്യം വാഴ്ത്തിടാ. സർവശക്ത താതനാ
ഏകദൈവമേ വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തനാഥനാമേക ദൈവമേ വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ സത്യദാതനങ്ങിൽ നിൻ നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാം യേശുദൈവജൻ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ ദൈവസൂനു ദൈവമാണേക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിനോടവേ മധ്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മധ്യരൂപമാർന്നിഹേ കന്യകാത്മജൻ പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവേ മണ്ണിലുദ്ധിതൻ മഹത്വപൂർണ ശോഭയിൽ സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴു മഹിമകാന്തിയിൽ ഒടുവിലെത്തു ഭീമഹീൻ അന്നുവിധിയുമാ സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതരാ താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും ഏകമാണു ധന്യമാണു പാവനം സഭാ ശ്ലൈഹിക പ്രഭാവമാണു സാർവജനീനം പാപമോചനം തരുന്ന ജ്ഞാനസ്നാനവും ഏറ്റു ചൊല്ലു സാദരം ഞങ്ങളേവരും മർത്യമുക്തിയാമുയർത്തും നിത്യജീവനും ഏറ്റു ചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും സർവശക്തനാകുമേക ദൈവമേ വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെ ഇങ്ങനെയുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയിരിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസവും മരിച്ചിലോതും പുറപ്പെടുവായ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലിയും സഹായത്തിന്റെ രക്ഷയ്ക്കും സ്വർഗ്ഗരായ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് സകലത്തിൻ്റെയും കാരണഭൂതനും സൃഷ്ടാവുമാകുന്നു. അഗ്രാഹ്യവും അവർണ്ണനീയവും മഹോന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് ഈശോ മിശിഹാ തന്റെ മനുഷ്യ സ്വഭാവത്തിൽ പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകുകയും ചെയ്തു.
ഞങ്ങൾ അയോഗ്യരാണെങ്കിലും പരിശുദ്ധവും സ്തുത്യർഹവുമായ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോടെ ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങയെ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങയ്ക്കും ദിവ്യസുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി, വിശേഷ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. എന്നെ ദയാപൂർവ്വം സഹായിക്കണമേ. അങ്ങേ ത്രിത്വത്തിന്റെ ബഹുമാനത്തിന് ഈ സമൂഹത്തിന് നന്ദി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. ഞങ്ങൾ ആദരപൂർവ്വം നിന്ന് എവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കൂദാശയപ്പെടുന്നു. പുരോഹിതന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാത്തോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകാവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ എന്നും എല്ലായ്പ്പോഴും എവിടെയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാവുന്നു. എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവും കർത്താവും അങ്ങാവുന്നു. അങ്ങയുടെ മഹത്വത്തിൻ്റെ പ്രകാശവും സത്തയുടെ പ്രതിച്ഛായയുമായ ഏകജാതനും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ അങ്ങിൽ നിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പൗത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിന് സ്തുതികൾ അർപ്പിക്കാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവ്വം തിരുനാമം നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, തുല്യരും അവിഭാജ്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുമ്പാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാ സ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ മർത്യഗണം പരമോന്നതനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ധനവാനീശൻ പരിശുദ്ധൻ,
പരിശുദ്ധൻ 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 മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതരോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന ഓശാന 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 കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും ഞങ്ങൾക്ക് നൽകിയ സകല കൃപാവരങ്ങൾക്കുമായി അങ്ങേ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതനും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതി മുഴുവനും കാലത്തിന്റെ തികവിൽ അവിടുന്ന് തൻ്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവനും അവിടുന്ന് വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാകുന്നു. സകലത്തിൻ്റെയും പൂർത്തീകരണവും സകലതും പൂർത്തിയാക്കുന്നവനും അവിടുന്നാകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹാ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തൻ്റെ ശരീരത്തിൻ്റെ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തൻ്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്റെ വിശുദ്ധ സ്ലീഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തന്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു: ഇത് ലോകത്തിന്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം എളിയവരും ബലഹീനരും നിസ്സാരരുമായ ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു,
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനത്തോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർ, പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകർ എന്നിവർക്കും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും, രോഗികൾ, ക്ലേശിതരാകുലർ, പീഡിതർ, അഗതികൾ, ദുഃഖിതർ, മരണം മൂലം ഞങ്ങൾ നിന്ന് വേർപെട്ടു പോയവർ എന്നിവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും എളിയവനും ബലഹീനനുമായ എനിക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിന് യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പാപം മൂലം അയോഗ്യരായിരുന്നിട്ടും കാരുണ്യാതിരേയത്തെ ഞങ്ങളെ അങ്ങിലേക്ക് അടുപ്പിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നവീകരിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവികവുമായി ശുശ്രൂഷ അങ്ങയുടെ മുമ്പാകെ പരികർമ്മം ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. ഞങ്ങളുടെ പ്രിയപുത്രൻ ഞങ്ങളുടെ കർത്താവുമായി ഈശോ മിശിഹാ വഴി ഞങ്ങൾക്ക് എല്ലാവർക്കും കൈവന്ന മഹത്തായ രക്ഷ കൃതജ്ഞതാപൂർവം ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവകുഞ്ഞാടിന്റെ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായി ബലി നുറുങ്ങിയ ഹൃദയത്തോടും എളിയ ആത്മാവോടും കൂടെ അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായി ബലിയിൽ അങ്ങ് സംപ്രീതനാകണമേ. ആമേൻ. കർത്താവേ, കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നെന്നും വസിക്കാനിടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗീയതകളും സഭയിൽ നിന്ന് അകറ്റണമേ. നിർമ്മല ഹൃദയത്തോടും ഏക മനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടെ ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കാനിടയാക്കണമേ. ആമേൻ. കർത്താവേ, കരുണയുണ്ടാകണമേ. സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമാ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ യൗസേ മെത്രാനും എല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതരും അൽമായ പ്രേക്ഷിതരും തിരുമുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങേ പ്രസാദിപ്പിക്കുന്നതിനും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാകുന്നതിനും ഇടയാക്കണമേ. ആമേൻ. കർത്താവേ, കരുണയുണ്ടാകണമേ. കർത്താവായ ദൈവമേ, ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മക്കൾ എല്ലാവരും ജീവന്റെ രക്ഷയ്ക്കു വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവർത്തികളോടും കൂടെ തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരാനിടയാക്കണമേ. പാപിയും അയോഗ്യനുമായി ദാസനെയും ഈ ബലിയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ കൃപയും ദയയും കണ്ടെത്താൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയെയും വത്സരത്തിന്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവേ, കരുണയുണ്ടാകണമേ. കർത്താവേ, സത്യവിശ്വാസത്തോടെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയവർ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് സത്യത്തിന്റെ പിതാവായ ദൈവമെന്ന് എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങനെ ആദ്യം മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്ന് അവരറിയട്ടെ. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവ് ഈശോ മിശിഹാ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവേ, ആരാധ്യനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായി സ്തോത്രബലി കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളിൽ സംപ്രീതനാകണമേ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനത്തോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെയും മേൽ ഇറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ച് ഇവയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനകൾക്കനുസൃതം വ്യാപരിച്ച് അങ്ങയെ പ്രസാദിപ്പിച്ച എല്ലാവരോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കാൻ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരാകട്ടെ. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴുമെന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ ഇടങ്ങളും പാവങ്ങളും എന്നോട് ക്ഷമിക്കണമേ. താഴെ മഹനീയ വിശ്വമാലയോട് നീ ശുശ്രൂഷയെ വിശുദ്ധ പരിമളത്താൽ പൂരിതനാക്കണമേ. താഴെ കാരുണ്യം വൃത്യാശ്വരം കാത്തിരിക്കുന്ന ഈ ജനത്തെ വിശുദ്ധിയുടെ പരിമളത്താൽ സാദൃശ്യോടത്തെ സിംഹാസനമായ ബലിപീഠത്തെയും പാപോചകമാതിരി ശരീരക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോരം ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. സ്വർഗത്തിൽ നിന്നാനമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശ്രീയത്വങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാദിനങ്ങൾ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് വളർന്ന സ്വരത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരേറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും ആമോചനവും യാചിക്കുകയും ചെയ്യാം.
മോചിക്കണമേ. കലഹം മാറ്റാം ഭിന്നത നീക്കിടാം മനസാക്ഷി നിർമ്മലമാക്കിടാം. കർത്താവേ നിൻ ദാസരാണിവർ തൻ പാപകടങ്ങൾ മോചിക്കണമേ. ദ്വേഷം നീക്കാം ശത്രുത കൈവെടിയാം ആത്മാക്കൾ പാവനമാക്കിടാം. കർത്താവേ നിൻ ദാസരാണിവർ തൻ പാപകടങ്ങൾ മോചിക്കണമേ. യോജിപ്പോടും സ്നേഹാരൂപിയിലും ഉൾക്കൊള്ളാം ദിവ്യമീ രഹസ്യങ്ങൾ. കർത്താവേ നിൻ ദാസരാണിവർ തൻ പാപകടങ്ങൾ മോചിക്കണമേ. ഞങ്ങൾക്കിവനീ ഉദ്ധാരത്തിനും രക്ഷയ്ക്കും കാരണമാക്കണമേ. കർത്താവേ നിൻ ദാസരാണിവർ തൻ പാപകടങ്ങൾ മോചിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടൊന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവീശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരോഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഹോദരരെ, വിശുദ്ധന്റെ ഓർമ്മദിനത്തിൽ സകലത്തിന്റെയും കർത്താവായ പുത്രന്റെ അമൂല്യമായ ശരീരവും ജീവദായകമായ രക്തവും സ്വീകരിച്ച് സ്തുതി പാടുവിൻ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് തന്റെ ബലിപീഠത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഓർമ്മ ആലേഖനം ചെയ്തു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകും.
ഇപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായുടെ തിരുശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും സഹോദരരെ, വിശുദ്ധന്റെ ഓർമ്മദിനത്തിൽ സകലത്തിൻ്റെയും കർത്താവായ പുത്രന്റെ അമൂല്യമായ ശരീരവും ജീവിതമായ രക്തവും സ്വീകരിച്ച് സ്തുതി പാടുവിൻ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് തൻ്റെ ബലിപീഠത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഓർമ്മ ആലേഖനം ചെയ്തു. സക്രാരി മുന്നിൽ ഞാൻ കുരിശോടു ചേർന്ന് നിൻ തിരുമുറിവുകളിൽ നോക്കി നിൽക്കുമ്പോ ഞാൻ ചെയ്ത പാപങ്ങൾ ഓർക്കുന്നു നാഥ. എൻ മിഴിനീരൊഴുക്കി ഞാൻ കരഞ്ഞിടുന്നു. സക്രാരി മുന്നിൽ ഞാൻ കുരിശോടു ചേർന്ന് നിൻ തിരുമുറിവുകളിൽ നോക്കി നിൽക്കുമ്പോൾ ഞാൻ ചെയ്ത പാപങ്ങൾ ഓർക്കുന്നു നാഥ. എൻ മിഴിനീരൊഴുക്കി ഞാൻ കരഞ്ഞിടുന്നു. നിൻ ശിരസിൽ മുൾമുടി ചാർത്തിയതും ചിതറിയ രക്തത്തിൽ നീ പിടഞ്ഞതും കുരിശോടു ചേർത്തു ഞാനാണി അടിച്ചതും ഓർക്കുന്നു നാഥ ഈ നിമിഷം. തളരുന്ന മനസ്സിൽ ആശ്വാസമേകുവാൻ എൻ ചാരെ നീ വന്നു ചേരുമ്പോ തളരുന്ന മനസ്സിൽ ആശ്വാസമേകുവാൻ എൻ ചാരെ നീ വന്നു ചേരുമ്പോ ദുഃഖം മറന്നിടും, സ്നേഹം ജ്വലിച്ചിടും, പാപത്തിന്റെ ഭാരം എന്നിൽ നിന്നൊഴിഞ്ഞിടും. നിൻ മുറിവിനുള്ളിൽ സുരക്ഷിതനായി മാറും സർവലോകത്തിൻ സൃഷ്ടാവാകും നാഥ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച ദൃശരീരവും പാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ ാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും
കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രതീക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തിലേൽക്കാനും സ്വർഗങ്ങളുടെ കൂടെ നിന്നെ സ്തുതിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ചെയ്തവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും വേടദാതാവായ ദൈവത്തിനും സ്തുതികരണതയും സമർപ്പിക്കാം. അരുണിമയ ദാനത്തെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഓർമ്മയാചരിച്ചുകൊണ്ട് സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായേ, വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു. ഈ അമൂല്യദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയാനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കാനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥാ എന്നേക്കും. ആമേൻ. ദൈവപിതാവു തൻ സൂനുവാൽ പാവനാത്മാവിൻ്റെ ദാനങ്ങൾ കാരുണ്യമാർന്നീകി മാനവ കൈവരിക്കാൻ സ്വർഗ ജീവിതം. അക്ഷയ ഭാഗ്യത്തിൽ ചേരുവാൻ ആത്മാവിൽ ശാന്തി തളിർക്കുവാൻ നിത്യമനോഹര നാഗത്തിൻ നിസ്തുല സൗഭാഗ്യം തന്നീതാ. നവ്യമാം ജീവൻ പകർന്നിടും സന്ദേശമെന്നെന്നും ഓർത്തിടാ. ദിവ്യ ശരീരവും രക്തവും സ്വീകരിക്കുന്നവർ ജീവിക്കും. അന്ത്യദിനത്തിൻ്റെ ശാന്തിയിൽ ശിക്ഷാവിധി കാണാതാദിനം ഉത്ഥാനമേകും ജ്ഞാനാമർത്യ നിത്യത പോകുവാൻ എന്നുമേ. ദിവ്യമാമി ബലി നൽകിടും നിത്യമഹത്വത്തിൽ മുങ്ങുവാൻ ദൈവിക ദാനങ്ങൾ നിങ്ങളിൽ പൂർണ്ണപ്രഭാരശ്മി തൂകട്ടെ. കുരിശാലെ മുദ്രിതരായി നിങ്ങൾ സർവവിപത്തുമകന്നീനി സംരക്ഷപുൽകുമാർ ആകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.